എൻ്റെ ആൻറ്റി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് അവരെ കൊണ്ട് അനുസരിപ്പിക്കാനും കൂടി ആൻറ്റിക്ക് കഴിയണം. അതിന് കഴിയില്ലെങ്കിൽ ആൻറ്റിയുടെ ആവശ്യം ആഗ്രഹവും പറയരുത്. അയ്യോ, തിരിച്ചു പോയിട്ട് എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളാ. അതുകൊണ്ടാണ് ഞാൻ അധികം ബലം പിടിക്കാതിരുന്നത്. പക്ഷേ ആൻറ്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അനുപമയുടെ അവസാന വാക്കിൽ ആൻറ്റിയുടെ ആഗ്രഹത്തിന് വിലക്ക് വീണതായിട്ടാ എനിക്ക് തോന്നിയത്. അവള് നെഗളിക്കട്ടെ ഹർഷേ. എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ അവള് തിരിച്ചു വരുന്നത്. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ആ, നീ എന്താ ചിരിച്ചത്? എന്നെ കൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? ഏയ്, അതല്ല. ആൻറ്റി തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വേറൊരു ടെൻഷനുമായിട്ടാ. അതിനിടയിൽ അനുപമയെ ഒതുക്കാൻ ആൻറ്റിക്ക് എവിടുന്ന സമയം? ഹർഷേ, നീയല്ലേ പറഞ്ഞത് ആ മനുഷ്യൻ എന്നെ തേടി വരില്ലെന്ന്? പിന്നെ എന്തിനാ എനിക്ക് വീട്ടിലേക്ക് വരാൻ ടെൻഷൻ? അപ്പോ ആൻറ്റി ആ കാര്യത്തിൽ ഓക്കെ ആയോ? എങ്കിൽ പ്രശ്നമില്ല. ആൻറ്റി ധൈര്യമായിട്ട് തിരിച്ചുപോയി രാജ്ഞിയായിട്ട് ജീവിക്കേ. നീ തന്ന ധൈര്യത്തിലാ ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത്. അയാൾ എവിടെയെങ്കിലും പോയി പിച്ച തണ്ടി ജീവിച്ചാലും എന്നെ തേടി വരില്ലെന്നുള്ള വിശ്വാസത്തിലാ. അതെ, അവരൊക്കെ വരുന്നുണ്ട് ഹർഷേ. ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ നിന്നെ വിളിക്കാവേ. ശരി ആൻറ്റി. ആൻറ്റി ധൈര്യമായിട്ട് വാ. നമുക്കേ നാളെ നേരിട്ട് കാണുകയും ചെയ്യാം. എന്നാ ഞാൻ വെക്കട്ടെ? ശരി ഹർഷേ. കാപ്പി. ഞാൻ രഘുവിനെ അമ്പളയും മനഃപൂർവ്വം കൊണ്ട് വിളിക്കാതിരുന്ന. അവർ രണ്ടുപേരും മാത്രമായിട്ട് പഞ്ചരത്നത്തിലേക്ക് പോട്ടെ. അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് തീരട്ടെ. അത് നന്നായി. അണ്ണനും കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിൽക്കാലോ? ഇല്ല, ഞാൻ പോകുന്നില്ല. രഘു ഒന്ന് നന്നായി കണ്ടാ മതി. അവന്റെ മനസ്സ് നല്ലതാ. അതിന്റെ ആവും ഇത്രയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാത്ത ആരെണ്ണ ഉള്ളത്? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ അണ്ണം പറഞ്ഞ പോലെ രഘുവിന്റെ മനസ്സ് നല്ലതായതുകൊണ്ട് സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ അവന് പറ്റാതെ പോയത്. അല്ലെങ്കിൽ ആമിക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ കുറ്റബോധം കൊണ്ട് അവനവന്റെ സ്വന്തം ജീവിതം ആരെങ്കിലും ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കോ? അതെ, അവന്റെ മനസ്സെനിക്കറിയാം. എല്ലാവരെയും സഹായിക്കണമെന്നും അവൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നും അവൻ ആഗ്രഹിച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ജീവിക്കാൻ വലിയ പാടല്ല. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ. ഇപ്പൊ തന്നെ രഘുവിന്റെ കാര്യത്തിൽ അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനിയെല്ലാം ശരിയാകുമായിരിക്കും. എന്റെ കാലശേഷം എന്റെ മക്കൾക്കെല്ലാം തുണയാവാൻ, അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ രഘു ഉണ്ടാവുന്നു തന്നെ എന്റെ പ്രതീക്ഷ. അതിനാദ്യം അവന്റെ സങ്കടങ്ങളെല്ലാം തീർന്ന് അവൻ അമ്പിളിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാം ശരിയാവണം. രഘുവിന് നന്നായിക്കോളും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനിപ്പോ വരാം. ചേട്ടാ, ഞാൻ തിപ്പോ വരാതെ. ചേട്ടാ, വണ്ടി അവിടെ ഒതുക്കിട്ടോ. ഞാൻ തിപ്പോ വരാം. അമ്പിളി